കഴിഞ്ഞ 10-12 വർഷമായി ഉന്നയിക്കപ്പെടുന്ന ആവർത്തിക്കപ്പെടുന്ന ഒരു വലിയ കളവ്. അല്ലാഹു തആല ആ ഒരു പേരിൽ ഒരുപാട് പ്രതിഫലം നൽകാൻ ഒരുപക്ഷെ എൻ്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അല്ലാഹു ആ നിലക്ക് അത് പരലോകത്ത് ലാഭമാക്കി മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ. ഈ ഒരു ആയത്ത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലയോ? എന്താണ് ആയത്തിൻ്റെ ആശയം? യഥാർത്ഥത്തിൽ ഇത്രയും കാലം അവർ പ്രസംഗിച്ച് നടന്നിട്ടും സൂറത്ത് അൻആമുമായി ബന്ധപ്പെട്ട ആ വചനത്തിൽ ഞാൻ അവിടെ വായിച്ചതോ പറഞ്ഞതോ ആയ കാര്യം ശരിയല്ല എന്നോ കിതാബിലില്ല എന്നോ പറയാൻ അവർക്ക് ഇന്നും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഞാൻ പറയാത്ത കാര്യം എൻ്റെ പേരിൽ പറഞ്ഞുവെന്ന് വരുത്തി തീർത്തിട്ട് അത് കിതാബിലില്ല എന്ന് വാദിക്കുകയും കളവ് പറഞ്ഞുവെന്ന് ദുർവ്യാഖ്യാനിച്ചുവെന്ന് ആരോപിക്കുകയുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആരോപണം ഹനീഫ് കായക്കൂടി ക്ലിപ്പിട്ടുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന ഒരു ഭാഗം ആദ്യം കേൾക്കുക, ശേഷം നമുക്ക് കാര്യത്തിലേക്ക് പോവാം. കോഴിച്ചനയിൽ വന്നപ്പോ അതുവരെ പറഞ്ഞ ഭൗതികോ അഭൗതികോ ഒക്കെ പോയി. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തീരുമാനം അംഗീകരിച്ചു. അവിടെയാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തോതിയത്. ആ ആയത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വാഭാവികമായും ആയത്തോതിയാൽ അതിന് വിശദീകരണം വേണമല്ലോ. ആ വിശദീകരണം ചോദിച്ചു. വിശദീകരണം ചോദിച്ചപ്പോ ഏത് സ്വഹാബിയാണ് എന്ന് ചോദിച്ചപ്പോ അതിന് അദ്ദേഹം അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞു. ഖുർആനിൽ പച്ച ദുർവ്യാഖ്യാനമാണ് നടത്തിയത്, ഇത് ജൂനിയർ കാന്തപുരമാണ് എന്ന് അവിടെയും പറഞ്ഞു. പിന്നീട് നമ്മൾ കേരളത്തിലെ തെരുവുകളിൽ പറഞ്ഞു. അവസാനം പത്തപ്പിരിയത്തൊരു വാദപ്രതിവാദം നടത്തി. ആ വാദപ്രതിവാദത്തിൽ അദ്ദേഹം പറയുന്നതും അതിനു മുമ്പ് കോഴിച്ചനയിൽ പറഞ്ഞതും നമുക്കൊന്ന് ഒന്നിച്ച് കേട്ടു നോക്കാം. അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കോഴിക്കോട് കടപ്പുറത്ത് ആരംഭിച്ച ആ ഒരു ആരോപണം വസിയത്തു ശിർക്കാണ് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞത്. ഈ ഫൈസൽ മുസ്ലിയാർ എവിടെയാണ് വന്നത്? നിങ്ങൾ കാണിക്കണം, നിങ്ങൾ പറയണം എവിടെയാണ് പറഞ്ഞത്. കോഴിച്ച സംഭവത്തിൽ പറഞ്ഞു. എങ്കിൽ സമയം പറയൂ, എത്രാമത്തെ മിനിറ്റിലാണ്? എന്റെ ബഹുമാനനായ ഫൈസൽ മുസ്ലിയാരെ, താങ്കളോട് ഞാൻ ചോദിച്ചത്, താങ്കൾ ഓതിയ ആയത്തിന് ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത്? ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് തന്നെ ചോദിച്ചത്. മനസ്സിലെ റബ്ബനസ്തംത ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിനെ അതിൽ വസീലത്ത് ശിർക്ക് ഉണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി? ഏത് താബി മനസ്സിലാക്കി? ഏത് തബൗ താബി മനസ്സിലാക്കി? ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഏത് സ്വഹാബി പറഞ്ഞു എന്ന ചോദ്യത്തിന് പിടിച്ചോളൂ സുല്ലമി എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞ മുസ്ലിയാരാണ് പത്തപ്പിരിയത്തെത്തിയപ്പോൾ ചോദിക്കുന്നത്, എവിടെയാണ് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത്? പറ്റുമെങ്കിൽ സമയം പറയണം. അവിടെ എടുത്ത് വായിച്ചു കൊടുത്തു. നമ്മൾ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇതാണ് അവിടെ സ്ഥിരമായ ദുരാരോപണം, വർഷങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇബ്നു അബ്ബാസ് എന്തു പറഞ്ഞുവെന്ന് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, അത് മറച്ചു വെക്കുക. ഇബ്നു അബ്ബാസ് പറയുന്നു, അവിടെ കട്ട് ചെയ്യാം. ഇബ്നു അബ്ബാസ് എന്തു പറയുന്നു അത് വായിച്ചു, അത് കേൾപ്പിക്കൂല. എന്നിട്ട് ഞാൻ പറയാത്ത കാര്യം പറഞ്ഞുവെന്ന് സ്ഥാപിച്ചെടുത്തിട്ടാണ് നാട് നീളെ ഈ ദുരാരോപണവുമായി അവർ ഇറങ്ങി തിരിച്ചത്. അതിനുവേണ്ടി മാത്രമാണ് പത്തപ്പിയം സംവാദം നടന്നത്. ഒരു സംവാദത്തിൽ ആയത്തോതുകയും ആ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുവെന്ന് പിന്നീട് വിമർശിക്കുകയും ചെയ്തപ്പോൾ ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം മറ്റൊരു സംവാദം നടക്കുക. ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ആകെ അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല. പറയും ഒരു സംവാദം നടന്നിട്ട് അതിൽ ഉന്നയിച്ച തെളിവ് അത് ദുർവ്യാഖ്യാനിച്ചുവെന്ന് ഉന്നയിക്കുകയും അത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് തെളിയിക്കാൻ മറ്റൊരു സംവാദം നടക്കുകയും ചെയ്യുക. അതാണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്. എന്നിട്ട് തെളിയിക്കാൻ പറ്റിയോ? ഇല്ല, തെളിയിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, തിരിച്ച് അവർ ദുർവ്യാഖ്യാനിച്ച ഒരു ഡസനോളം പ്രമാണങ്ങളെ അബ്ദുറഹ്മാൻ സൈഫിയുടെ മുഖത്ത് നോക്കി, ഹനീഫ് കാക്കയുടെ മുഖത്ത് നോക്കി, അനസ് മലിയുടെ മുഖത്ത് നോക്കി, ഹംസബാഖിയുടെ മുഖത്ത് നോക്കി, അന്ന് എണ്ണി ആവർത്തിച്ചു പറഞ്ഞിട്ടും എന്തെങ്കിലും മിണ്ടാൻ അന്ന് മുതൽ ഇന്ന് വരെയും അവർക്ക് സാധിച്ചിട്ടില്ല. ഇനി എന്താണ് ഈ ആയത്ത്? സൂറത്ത് അൻആമിലെ 128-ാമത്തെ വചനമാണ്. നാളെ പരലോകത്ത് അല്ലാഹു തആല മനുഷ്യരെയും ജിന്നുകളെയും എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന രംഗമാണ് ആയത്തിൽ പറയുന്നത്. വയൗമ യഹ്ശുറുഹും ജമീഅ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി, ജിന്നുകളോട് അല്ലാഹു തആല ചോദിക്കും, ധാരാളം മനുഷ്യന്മാരെ നിങ്ങൾ വഴികേടിലാക്കിയല്ലോ എന്നുള്ള ചോദിക്കും. വഖാല ഔലിയാഉഹും മിനൽ ഇൻസി, അപ്പോൾ ആ ജിന്നുകളെ വലിയുകളായി സ്വീകരിച്ച, ജിന്നുകളെ മിത്രങ്ങളായി സ്വീകരിച്ച ഇൻസുകൾ അവര് പറയും, റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ, റബ്ബേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാഇ നടത്തി. മനുഷ്യർ ജിന്നുകളുമായും ജിന്നുകൾ മനുഷ്യന്മാരുമായും ഇസ്തിംതാഇ നടത്തി, പരസ്പരം അനുഭവിച്ചു, പരസ്പരം ഉപയോഗപ്പെടുത്തി. വബലഗ്നാ അജലൻ അജൽതലനാ, നീ ഞങ്ങൾ നിശ്ചയിച്ച അവധി അത് ഞങ്ങൾ എത്തുകയും ചെയ്തു. ഖാലന്നാറു മസ്വാകും, അല്ലാഹു തആല പറയും നിങ്ങളുടെ അഭയസ്ഥാനം നരകമാണ്. ഖാലിദീന ഫീഹാ, അതിൽ ശാശ്വതരാണ്. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ചത് ഒഴികെ. ഇന്ന റബ്ബക ഹകീമുൻ അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അഗാധജ്ഞാനിയാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, യുക്തിവാനുമാണ് എന്ന് ആ ആയത്ത് പഠിപ്പിക്കുന്നു. ഇതാണ് വചനം.
ഈ ആയത്ത് പരലോകത്ത് അള്ളാഹു തആല വിചാരണ ചെയ്യുന്ന രംഗമാണ് പരാമർശിക്കുന്നത്. മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ജിന്നുകളോട് ചോദിക്കുന്നു, ഒരുപാട് മനുഷ്യന്മാരെ പഴപ്പിച്ചല്ലോ, ആ വഴികേട് നിമിത്തമായ മനുഷ്യന്മാർ സമ്മതിക്കുന്നു. എന്നിട്ട് പറയുന്നു, റബ്ബേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. ഇസ്തംതഅ ബഅ്ദുനാ ബിബഅ്ദിൻ, ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു റബ്ബേ. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നിന്റെ മുമ്പിലെത്തി, പരലോകത്തെത്തി, തെറ്റ് ബോധ്യപ്പെട്ടു. പക്ഷെ അല്ലാഹ് പറയുന്നു, നിങ്ങളുടെ സങ്കേതം നരകമാണ്, ശാശ്വതമാണ് നരകത്തിൽ. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒഴികെ. ഈ ആയത്തിൽ രണ്ട് പ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒന്ന് ഇസ്തിംതാഇ എന്ന പ്രയോഗം. ഇസ്തംതഅ ബഅ്ദുനാ ബിബഅ്ദിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുക്കുക. ഇപ്പൊ കേന്ദ്രം എന്താണ്? അവിടെ ഇങ്ങോട്ട് ഭൗതികമാണ്, ഇവിടെ അങ്ങോട്ട് ഭൗതികമാണെന്നാണ്. ഈ പ്രയോഗം തന്നെ അത് പൊളിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങോട്ടോ ഭൗതികമാണെങ്കിൽ പിന്നെ അഭൗതികമായ ഉപകാരത്തിൽ ഉണ്ടാകും എന്നാണോ അവരുടെ വാദം? രണ്ട്, ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. നരകത്തിലാണ് നിങ്ങൾ, ശാശ്വതമാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഇസ്തിംതാഴ് എന്താണ്? ഇസ്തിംതാഴ് ഇത് വ്യത്യസ്തമായ രീതിയിൽ ഈ ഇസ്തിംതാഴിനെ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഏതെല്ലാം രൂപത്തിൽ ഇസ്തിംതാഅ് ഉണ്ട് എന്ന് ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ, അതേപോലെ ഷൗക്കാനി തഫ്സീർ മനാറിൽ, റഷീദുൽ അടക്കമുള്ള, അതേപോലെ ഇബ്നു ജൗസി അടക്കമുള്ള ഒരുപാട് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇസ്തിംതാഇന്റെ വ്യത്യസ്തമായ തലങ്ങളെ വിശദീകരിച്ചത് കാണാൻ കഴിയും. തഫ്സീർ ഖുർത്തുബിയിൽ നിന്ന് കോഴിച്ച സംവാദത്തിൽ ഞാൻ വായിച്ച ഭാഗം അതാണ്. ഇസ്തിംതാഅ് പലതുണ്ട്, പലതരം ഇസ്തിംതാഅ് ഉണ്ട് ഇമാം ഖുർത്തുബി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വായിച്ചത്. അല്ലാതെ വസിയത്തു ശിർക്ക് എന്ന വാക്ക് ഖുർത്തുബിയിലുണ്ട് എന്ന് കോഴിച്ചലും പറഞ്ഞിട്ടില്ല, ലോകത്ത് ഇന്നവരെ എവിടെയും ഞാനത് പറഞ്ഞിട്ടില്ല, അത് എവിടെയും കാണാത്ത കാലത്തോളം പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഇസ്തിംതാഅുകൾ പലതുമുണ്ട്. അത് ഹറാമായതുണ്ട്, ഷിർക്കായതുണ്ട്, കുഫറായതുണ്ട്, ഷിർക്കിലേക്ക് വഴിവെക്കുന്നതുണ്ട്, വസീലയായതുണ്ട്. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ഇസ്തിംതാഅുകൾ ജിന്നും ഇൻസും തമ്മിൽ നടക്കുന്നുണ്ട് എന്ന് ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അത് വിശദമാക്കിയ ഭാഗം കോഴിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ വായിച്ചു എന്ന് പറയാം, എന്താ അവിടെ വായിച്ചത്? ഖുർത്തുബി എന്തുണ്ടെന്നാ പറഞ്ഞത് അത് കേൾക്കൂല. നേരെ മറിച്ച് ഇമാം ഖുർത്തുബി പറയുന്നു, അത് ക്ലിപ്പാക്കി അവിടെ മുറിക്കാം. ഖുറാഫിയാണ് പോലും ചെയ്യാത്ത പണി. എന്നിട്ട് ഇതാ വസീദ് ഷിർക്കിന് ഖുർത്തുബി എവിടെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞു കൊണ്ടുവരിക. ഇബ്നു അബ്ബാസ് പറയുന്നു, അവിടെ മുറിക്കാം. ഇബ്നു അബ്ബാസ് എന്തു പറയുന്നു അതുടനെ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് എന്തു പറഞ്ഞു അതാണ് വായിക്കുന്നുണ്ട്, അതാണ് മുറിക്കാം. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയുന്നു, അതിന് മുറിച്ചിട്ട് കണ്ടോ ഇബ്നു അബ്ബാസ് എവിടെ വസീദ് ഷിർക്ക് പറഞ്ഞു, അപ്പോൾ ഇബ്നു അബ്ബാസിനെ പേര് കളവ് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരിക. ഇമാം ഖുർത്തുബി കൊടുത്ത ഭാഗം എല്ലാം സ്ക്രീനിൽ കാണാൻ ഒന്നും വായിക്കുന്നില്ല. വ്യത്യസ്തമായ തഫ്സീറുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഫത്ഹുൽ ഖദീറിൽ ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചർച്ചകളെയും കൊണ്ടുവന്നുകൊണ്ട് അതിന് ശരിയായ വ്യാഖ്യാനം ഏതാണ്, അല്ലാത്ത ഏതാണ് തുടങ്ങിയ ചർച്ചകളെല്ലാം അവിടെ കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. ഇസ്തിംതാഇന്റെ വ്യത്യസ്തമായ വകഭേദങ്ങളെ. എന്നിട്ട് അതൊക്കെ വിശദീകരിച്ചു. മാത്രമല്ല ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിന് 10 തവണയാണ് ഈ ആയത്ത് കൊണ്ടുവന്നത്. KNM പ്രസിഡന്റായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് സൽസബീലിൽ എഴുതിയ ലേഖന പരമ്പര, ഉമർ മൗലവി അംഗീകരിച്ച, NV അബ്ദുസ്സലാം മൗലവി അംഗീകരിച്ച 1992 പാലക്കാട് മുജാഹിദ് സമ്മേളനത്തിന് സ്പെഷ്യൽ പതിപ്പായി അത് പുറത്തിറക്കി അന്ന് സമ്മേളനത്തിൽ മൊത്തം വിതരണം ചെയ്ത ആ ലേഖനങ്ങളിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് 10 സ്ഥലത്താണ് ഈ ആയത്ത് കൊടുത്തത്. വ്യത്യസ്തമായ ഇസ്തിംതാഅുകളെ അദ്ദേഹം വിശദീകരിച്ചു. മാത്രവുമല്ല അവസാനം അബ്ദുറഹ്മാൻ സലഫി അടക്കം പത്തപ്രിയത്വമല്ലാതെയും അദ്ദേഹം സംബന്ധിച്ച കാര്യമാണല്ലോ ഇസ്തിംതാഅ് പലവിധമുണ്ട് എന്നുള്ളത് പറയട്ടെ അവർ തന്നെ. ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് പെടുമോ? ആ ചോദ്യം യഥാർത്ഥത്തിൽ പുതിയ ചോദ്യമാണ്, തർക്കമില്ലാത്തതാണ്. ആ വിഷയത്തിൽ ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് പെടും, ഇസ്തിആനത്തല്ലാത്തതും പെടും. ഇപ്പൊ സമ്മതിച്ചോ എന്ന് അപ്പൊ കണ്ടോ, അവിടെ പത്തപ്രിയൻ സംവാദത്തിൽ വന്നപ്പോ നമ്മൾ ചോദ്യങ്ങൾ കൊണ്ടുവന്നൊരു റൂട്ടുണ്ടായിരുന്നു. അതുവഴി ചോദ്യമായിരുന്നു ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് പെടുമോ? ജിന്നും മനുഷ്യൻ നമ്മൾ ഇസ്തിംതാഅ് ഉപകാരമെടുക്കൽ എന്ന് പറഞ്ഞതിൽ ഇസ്തിആനത്ത് ഇസ്തിംതാഇൽ പെടുമോ? അതേപോലെ പെടും. അതിപ്പോ സമ്മതിച്ചു എന്ന് പറയണ്ട, അത് പെടുന്നതാണ്. അതേപോലെ മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇസ്തിംതാഅ് പലവിധമുണ്ട് നിങ്ങൾ സമ്മതിച്ചല്ലോ, എന്നാൽ നിങ്ങൾ പറയുന്നു ജിന്ന് അഭൗതികമാണ് എന്ന്. എങ്കിൽ അഭൗതികമായ ജിന്നിനോട് എങ്ങനെ ഇസ്തിംതാഅ് ഉണ്ടാകാൻ പറ്റുന്നല്ലോ? അഭൗതികമായ ജിന്നിനോട് ഒരു ഇസ്തിംതാഅ് ഉണ്ടാകാൻ വകുപ്പില്ലല്ലോ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായി?
അഭൗതികമായ ഇടപെടൽ നടത്താൻ കഴിയുമെന്നായില്ലേ ആ ചോദ്യം കേൾക്കാൻ നമുക്ക് അവിടെ ചോദിച്ചത്. മൂന്നാമത്തെ മറുപടി എവിടെ? ജിന്ന് അഭൗതികമാണെങ്കിൽ അഭൗതികമായ ജിന്നോട് എങ്ങനെയാ ശിർക്ക് അല്ലാത്ത ഇസ്തിംതാ ഉണ്ടാവുക? നിങ്ങൾ പ്രസംഗിച്ചെന്താ? ജിന്ന് എന്ത് ചെയ്താലും അഭൗതികമാണ്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, എല്ലാം അദൃശ്യമാണ്, എല്ലാം ശിർക്കാണ്. പിന്നെ എങ്ങനെ അഭൗതികമായ ജിന്നിനോട് ശിർക്ക് അല്ലാത്ത ഇസ്തിംതാ ഉണ്ടായി? അതങ്ങൾ പറയേണ്ടത്. ഇതായിരുന്നു ചോദ്യം. അത് ഉത്തരം പറഞ്ഞില്ല. ആ ചോദ്യം അദ്ദേഹം കേട്ടതേയില്ല. ആ ചോദ്യം കേൾക്കാത്ത പോലെ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അവിടെ ആ സംവാദത്തിലും എന്റെ പേര് അവർ ഉന്നയിക്കുന്ന ഈ ആരോപണത്തെ, ഈ വ്യാജത്തെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആയത്തിൽ പറഞ്ഞതാണ് ഇസ്തിംതായിൽ പലവിധമുണ്ട്. അതാണ് ഒരു ഭാഗത്ത്. രണ്ടാമത് ഈ ആയത്തിൽ നിന്ന് ഇബ്നു അബ്ബാസിന്റെ പേരിലും ഖുർത്തുബിയുടെ പേരിലുമെല്ലാം കോഴിച്ച സംവാദത്തിലും അതിന് മുമ്പും ശേഷവും ഒക്കെ ഞങ്ങളൊന്ന് പറഞ്ഞെന്താണ് ഈ ആയത്തിൽ പറഞ്ഞ പ്രയോഗം ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. അപ്പൊ നിങ്ങൾ നരകത്തിലാണ്, ശാശ്വതരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറഞ്ഞു ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചത് ഒഴികെ. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശം? അല്ലാഹ് ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അത് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്തമായ രൂപത്തിൽ വിശദീകരിച്ചു. ഒന്ന്, പണ്ഡിതന്മാർ പറഞ്ഞു ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ച കാലഘട്ടം ഒഴികെ എന്നാണ്. അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച ചില ശിക്ഷകൾ ഒഴികെ. അപ്പൊ നരകത്തിൽ ആണെങ്കിലും നരകത്തെ ചില ശിക്ഷകൾ നിങ്ങൾക്കില്ല എന്നാണ് ഉദ്ദേശം. ചിലർ പറഞ്ഞു അല്ല, ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷാ അല്ലാഹ്. അതാണ് ഇബ്നു അബ്ബാസിന്റെ വാചകം. ഇബ്നു അബ്ബാസ് പറഞ്ഞുവെന്ന് കോഴിച്ച സംവാദത്തിലും അതിനു മുമ്പും അതിനു ശേഷവും ഇപ്പോഴും പറയുന്നത് ഇബ്നു അബ്ബാസ് പറഞ്ഞെന്താ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പോൾ ഇസ്തിംതാഴ് നടത്തി പരലോകത്തെത്തി വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ പറയുന്നു നിങ്ങൾ നരകത്തിലാണ്, നിങ്ങൾ ശാശ്വതരാണ്, അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പൊ എല്ലാം ഷിർക്കാണെങ്കിൽ ഷിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയി പരലോകത്ത് വന്ന് വിചാരണയ്ക്ക് വിധേയമായി നരകം വിധിക്കപ്പെട്ടതിന് ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ? ഷിർക്ക് ചെയ്തോ നരകത്തിൽ തന്നെയല്ലേ, ഒരു ഒഴിവുണ്ടാവില്ലല്ലോ. അപ്പൊ ഇല്ലാ മാഷാ അല്ലാഹ് ഇല്ലാ മൻ ഷാ അല്ലാഹ്, ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ ഒഴിവാക്കി പറയുന്നത്? അത് തഫ്സീലൊക്കെ ചർച്ചകൾ കാണാം. അവിടെ ഇമാം ഖുർത്തുബി തഫ്സീലാണ് നമ്മൾ കോഴിച്ചത് വായിച്ചത്. അവിടെ മാ എന്നത് മൻ എന്ന അർത്ഥത്തിലാണ്. എങ്കിൽ പിന്നെ ഇസ്തിസ്നാ ആ ഒഴിവാക്കി പറഞ്ഞ ആരെയാണ്? അത് അഹ്ലു തൗഹീദ്, അഹ്ലുൽ ഈമാൻ, അതേപോലെ അഹ്ലുൽ ഈമാൻ മിനൽ ഉസാത്ത് എന്നൊക്കെയാണ് പറഞ്ഞത്. മുഅ്മിനീങ്ങളായ ആളുകൾ, തൗഹീദുള്ള ആളുകൾ, ഈമാനുള്ള ആളുകൾ, അവരെയാണ് ഒഴിവാക്കി പറഞ്ഞത്. അപ്പൊ ഈ ഇസ്തിംതാഴ് നടത്തി നാളെ പരലോകത്തെത്തി വിചാരണയ്ക്ക് വിധേയമാകുമ്പോഴും നിങ്ങൾ ഒരു വിഭാഗം ആളുകൾക്ക് ഇത് ബാധകമല്ല, അവർ നരകത്തിൽ ശാശ്വതരല്ല എന്ന് പറഞ്ഞത് ആരെയാണ്? തൗഹീദുള്ളവരെയാണ്. അപ്പൊ ഈ ഇസ്തിംതാഴ് കൊണ്ട് അവരെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല. ഈ ഇസ്തിംതാഴ് കൊണ്ട് ആ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല. അതല്ലേ അൽ ഉസാത്ത് മിൻ അഹ്ലി തൗഹീദ്, തൗഹീദുള്ളവരിൽപ്പെട്ട പാപങ്ങൾ ചെയ്തവര് എന്ന വ്യാഖ്യാനങ്ങൾ ഖുർആൻ തഫ്സീറിൽ കാണാം. ഇത് രണ്ടുമാണ് ആ സംവാദം ഉന്നയിച്ചത്. അല്ലാതെ വസിയത്തു ശിർക്കാണെന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. വസിയത്തു ശിർക്കാണെന്ന് ഖുർത്തുബിയിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അത് പറയണമെന്നാണ് ഒരു ആഗ്രഹം. അത് കാണാത്ത കാലത്തോളം പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അത് പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക, പറയാത്ത സംഗതി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് പിന്നെ കൊണ്ടെടുക്കുക ഇത് എവിടുന്ന് കിട്ടി, ദുർവ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞെടുക്കുക. ഈ ഒരു വിമർശനം സ്ഥാപിക്കാൻ വേണ്ടി 3 കളവുകളാണ് അവർ പറഞ്ഞത്. 3 കളവ്. ഒന്ന്, ജിന്നിനോട് തേടിയാൽ ശിർക്കാവില്ല, വസീല മാത്രമേ ആകൂ എന്ന് പറയാൻ ആയത്തോദീന ഒന്ന് പറഞ്ഞത്. ജിന്നിനോട് തേടിയാൽ ശിർക്കാവില്ല, വസീല മാത്രമേ ആകൂ എന്ന് പറയാൻ ആയത്തോദി. അതിനുവേണ്ടി സംവാദം നടത്തി. വിചിന്തനത്തിൽ ലേഖനം വന്നു. എന്നെ പറഞ്ഞു നേരത്തെ മലിക് സൈഫ് വായിച്ചല്ലോ. ഇവിടെ വിചിന്തനത്തിൽ ലേഖനം എഴുതി ശിർക്കാവില്ല, വസീല മാത്രമേ ആകൂ എന്ന് പറയാൻ ആയത്തോദിനാണ്. അത് ശുദ്ധമായ കളവാണ്. രണ്ടാമത്, വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു, അതും കളവാണ്. ഇബ്നു അബ്ബാസ് വസിയത്തു ശിർക്ക് പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് മാ എന്നതിന് മൻ എന്ന അർത്ഥം വെച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അത് കോഴിച്ച സംവാദം കേൾക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും. മൂന്നാമത്, വസിയത്തു ശിർക്ക് എന്ന് ഖുർത്തുബി ഇമാം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് 3ാമത്തെ കളവ്. അതും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഈ മൻ എന്ന അർത്ഥം കൊടുക്കുകയും ആരെയാണ് ഒഴിവാക്കി പറഞ്ഞത് എന്ന് അവിടെ മുവഹിദീങ്ങളെ, തൗഹീദുള്ളവരെ, ഈമാനുള്ളവരെ എന്ന ആശയം ഇമാം ഖുർത്തുബി കൊടുക്കുകയും ചെയ്തു. അതവിടെ പറഞ്ഞത്. അല്ലാതെ വസിയത്തു ശിർക്ക് എന്ന് ഖുർത്തുബിയിലുണ്ട് പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞത് ഈ 3 കളവുകൾ എൻ്റെ പേര് സ്ഥാപിച്ചിട്ട് വേണം അവർക്കിത് പ്രചരിപ്പിക്കാൻ. അതല്ലാതെ ഒരിക്കലും ഉള്ളത് പോലെ പറഞ്ഞിട്ട് ഇതാ നിങ്ങൾ ആ പറഞ്ഞ കിതാബിലില്ല എന്ന് പറയാൻ കഴിയില്ല. ഇനി മാത്രവുമല്ല, ഇതിനു വേണ്ടിയാണ് 10 പേർ സംവാദം നടത്തിയത്. ആ 10 പേർ സംവാദത്തിലും
അബ്ദുറഹ്മാൻ സലഫി ഇതേ കളവ് അവിടെ നിന്നും പറയാൻ ശ്രമിച്ചു. നിങ്ങൾ അന്ന് ഖുർആൻ വ്യാഖ്യാനിച്ചിരിക്കുന്നു, ഇബ്നു അബ്ബാസ് നബി കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞു, എവിടെ സലഫി ഞാൻ ആ പറഞ്ഞത് കേട്ടോ, നിങ്ങൾ ആ ക്ലിപ്പൊന്ന്. ഒരിക്കലും വസിയത്തു ശിർക്ക് എന്ന് ഖുർത്തുബിയിൽ ഉണ്ട് എന്ന് കോളിച്ചയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് മറ്റൊരു കളവ് എന്റെ പേര് ഇപ്പോഴും ആവർത്തിച്ചു, ശരി ആയില്ല സലഫി. അതേപോലെ ഇബ്നു അബ്ബാസ് വസിയത്തു ശിർക്കാണ് ഇസ്തിആനത്ത് എന്ന് പറഞ്ഞു എന്ന് കോളിച്ച സംവാദത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല, പറഞ്ഞു ഇത് ശുദ്ധ കളവാണ്, അതും ഒരു ആരോപണമാണ്. ഒരുപാട് ആരോപണങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ഒരു ആരോപണമാണ് അതും. അതുകൊണ്ട് നിങ്ങൾ അതാണ് സ്ഥാപിക്കേണ്ടത്. കണ്ടോ, വ്യക്തമായി പത്തപ്രിയം സംവാദത്തിൽ സലഫിയുടെ മൂത്ത് നോക്കിയപ്പോൾ ഇത് കളവാണ്, ഞാൻ പറയാത്ത എന്റെ പേര് നിങ്ങൾ വെച്ച് കെട്ടുകയാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹനീഫയും മനസ്സും അത് സാക്ഷിയാണ്, അവരുണ്ടല്ലോ അവിടെ. എന്നിട്ടും പുറത്തിറങ്ങിയിട്ട് ഇപ്പോഴും പറയുന്നു ഈ കളവിന്റെ പേരിൽ. കഴിഞ്ഞില്ല, വീണ്ടും കേൾക്കാൻ നമുക്ക്. ഇസ്തിൻതാഴ് പലവിധമുണ്ട്. ഈ ആയത്ത് മതി. ഏതാ? വസിയത്തു ശിർക്കാണ് എന്നല്ല, പിന്നെയോ ശിർക്കായതുമുണ്ട്, വസീലയായതുമുണ്ട്. ഇപ്പോഴും കൂട്ടിമോട്ടാണ് ശ്രമം. എഴുത്ത് കുത്തുകളിൽ നിങ്ങൾ അങ്ങനെ എഴുതി, ഞങ്ങളത് പിടികൂടി, അവസാനം ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് മാത്രം എഴുതി. ഇപ്പോഴെന്താ? ശിർക്കായതിന് 2 ആയത്ത്, വസീലയായതിന് 1 ആയത്ത്. ഞാൻ ഇവിടെ പറഞ്ഞെന്തായിരുന്നു? ശിർക്കായതിന് 3 ആയത്ത് എന്നാ പറഞ്ഞു. ശിർക്കായതിന് 3 ആയത്ത്, ശിർക്ക് മാത്രമായത് 2 ആയത്ത് മതി. ശിർക്ക് മാത്രമായത് 2 ആയത്ത്. ഫാത്തിർ ആയത്ത് 1, അഹ്കാഫിൽ ആയത്ത് 2. ആ 2 ആയത്ത് ശിർക്കായത് മാത്രം. ഈ ആയത്തിൽ ശിർക്കായതും ശിർക്കിലേക്ക് എത്തിക്കുന്നതും രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്ത് എന്ന് പറഞ്ഞിട്ടാ കോഴിച്ച ഞാനിത് ഓതിയത്. കോഴിച്ചയിൽ ഓതിയതാ ഞാനിത് പറഞ്ഞിട്ടാ. ശിർക്കായതും ശിർക്കിലേക്ക് എത്തിക്കുന്നതും രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്താകുന്നു ഇത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു മൊത്തം ശിർക്കിന് 3 ആയത്ത്. ഏതാ 3 ആയത്ത്? ഫാത്തിർ ആയത്ത്, അഹ്കാഫിൽ ആയത്ത്, അൻആമിലെ 108 ആയത്തും. ഈ 3 ആയത്തും ശിർക്കായതിന്. ഈ 3-ാമത്തെ ആയത്തിൽ വസീലയായതും പെടുന്നു. അതുകൊണ്ട് അതിനും ആ ആയത്ത് തെളിവാണ്. അങ്ങനെ മൊത്തം 4 ആയത്ത് എന്നാ കോഴിച്ചന പറഞ്ഞത്. അത് നിങ്ങൾ അട്ടിമറിച്ചിട്ട് എന്താക്കി? ശിർക്ക് 2 ആയത്ത്, വസിയത്തു ശിർക്ക് 1 ആയത്ത്. അത് ദുർവ്യാഖ്യാനമാണ്. അല്ല സലഫി, അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ പക്ഷെ CD കേട്ടിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് അവിടെ പറഞ്ഞ ഇതാണ്. മൊത്തം ഞാൻ 4 ആയത്ത് ഓതി എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. 2 ആയത്ത് ശിർക്ക് മാത്രം. ഈ ആയത്തിന് ശിർക്കായതും പെടുന്നു, ശിർക്കിലേക്ക് വഴിവെക്കുന്നതും പെടുന്നു. അപ്പോൾ അതടക്കം ശിർക്കിന് 3 ആയത്തായി. ശിർക്കിലേക്ക് വഴിവെക്കുന്നതും ഈ ആയത്തിൽ പ്രതിപാദ്യമാണ്. അതുകൊണ്ട് അതും അത് തെളിവാണ്. അതുകൊണ്ട് ആ പന്നിപ്പാറയിൽ ശിർക്കായ ഇസ്തിആനത്തിന് ഈ ആയത്തോതിയത്. പന്നിപ്പാറയിൽ ശിർക്കായ ഇസ്തിആനത്തിന് ഈ ആയത്തോതി. അതേപോലെ കോഴിച്ചനയിലും ശിർക്കായ ഇസ്തിആനത്തിന് ഈ ആയത്തോതി. ജിന്നോള ഇസ്തിആനത്ത് ശിർക്കാകുന്നപ്പോൾ അല്ലാത്തപ്പോൾ കൃത്യമായി മുജാഹിദുകൾക്കറിയാം. അതുകൊണ്ടാണ് അത്ര ബോധപൂർവം തന്നെ ഞങ്ങൾ അവിടെ പ്രസംഗിച്ചത്. അപ്പൊ കണ്ടു, വ്യക്തമായി പറഞ്ഞെടുത്തു. എന്തിനാ ആയത്തോതിയത്? ശിർക്കല്ല എന്ന് പറയാനല്ല. ശിർക്കായതും ശിർക്കിലേക്ക് വഴിവെക്കുന്നതും എല്ലാം ഒന്നിച്ചു പറഞ്ഞ ആയത്താണ് ഇസ്തിംതാഴ്. ഇസ്തിംതാഴ് പലവിധമുണ്ടോ ചോദിച്ചാൽ അതിനു വേണ്ടിയാണ്. ഇസ്തിംതാഴ് ഇസ്തിആനത്ത് പെടുമോ ചോദിച്ചാൽ അതിനു വേണ്ടിയാണ്. ആ ഇസ്തിംതാഴിൽ ശിർക്കായ ഇസ്തിംതാഴുണ്ട്, ശിർക്കല്ലാത്ത ഇസ്തിംതാഴുണ്ട്. എല്ലാം ഒന്നിച്ചു പറഞ്ഞ ആയത്താണ്. എന്നിട്ടാണ് വിജനത്തെ എഴുതിയത് ശിർക്കാവില്ല, വസീല മാത്രമേ ആകൂ എന്നതിന് ആയത്തോതി. അന്ന് മുഖത്ത് നോക്കി ചോദിച്ചു, ഈ വിചിന്തനം ഒന്നുകിൽ നിങ്ങൾ തെളിയിക്കണം അല്ലെങ്കിൽ പിൻവലിക്കണം എന്ന് എത്ര പ്രാവശ്യം ചോദിച്ചോ? മിണ്ടിയില്ല. അപ്പൊ കോഴിച്ച സംഭവത്തിൽ ആയത്തോതിന് ശിർക്കല്ല പറയാനല്ല, രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്താണ് പഠിപ്പിക്കാനാ. നീ കോഴിച്ചിനെ പറഞ്ഞു കേട്ടോളി. ആയത്ത് ദുർവ്യാഖ്യാനിച്ചതാ. എന്താ ദുർവ്യാഖ്യാനിച്ചത്? ഞങ്ങൾ പറയും ഇതാ കുർത്തുബി ഞാൻ തരാം, നിങ്ങൾ വായിക്കൂ. ഞാൻ വായിച്ച ഭാഗം കുർത്തുബിയിലില്ലെങ്കിൽ ഞാൻ വായിച്ചല്ലോ. സിനയുമായി ബന്ധപ്പെട്ട്, ഖമറുമായി ബന്ധപ്പെട്ട്, മദ്യപാനവും വ്യഭിചാരവും വരെ ഈ ഇസ്തിംതാഇന്റെ ഭാഗമായി ജിന്നുകൾ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളത് ഞാൻ വായിച്ചല്ലോ. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് ശിർക്കാണോ? ഈ മദ്യപാനം ശിർക്കാണോ? ഈ വ്യഭിചാരം ശിർക്കാണോ? അത് ദുർവ്യാഖ്യാനാണ്. ധൈര്യണ്ടോ? കുർത്തുബി തരാം, അങ്ങോട്ട് തിരിച്ചു തരണമെന്നേ ഉള്ളൂ. ഇതാ കുർത്തുബി, വേണമെങ്കിൽ നിങ്ങൾ തരാം, നിങ്ങൾ വായിക്കൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറയൂ, ദുർവ്യാഖ്യാനമാണെന്ന് പറയൂ. അല്ലെങ്കിൽ സാലിസ് പറഞ്ഞപ്പോൾ എന്ത് കുർത്തുബി തോട്ട് കയറിനാള് എന്ന് പറയൂ. അപ്പൊ എന്റെ മറുപടി വേറെ ഞങ്ങൾ പറഞ്ഞു തരാം. കണ്ടോ, കോഴിച്ച സംവാദത്തിലും പറഞ്ഞു, എന്താണോ കുർത്തുബി ഞാൻ വായിച്ചത് ഇതിലുണ്ട്, കാണിച്ചരാം. കുർത്തുബി കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ വാങ്ങിയില്ല, അവർക്കറിയാന്ന് വാങ്ങാൻ പറ്റില്ല. എന്നിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് വസീദ് ശിർക്ക് കുർത്തുബിയിലില്ല. കഴിഞ്ഞ ദിവസം കണ്ടു അനസ് മൗലവി, ഞാൻ 12 തഫ്സീർ ഇന്ന് വായിച്ചിട്ടാണ് വന്നതെന്ന്. നിങ്ങൾ 12 102 വായിച്ചാലും എന്റെ പേര് പറഞ്ഞ നുണ കാണൂലല്ലോ. ഏത് തഫ്സീർ വായിച്ചാലും എന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ നുണ കാണൂല. പക്ഷേ കുർത്തുബിയിൽ എന്തുണ്ട് എന്നാണോ കോഴിച്ചയിൽ പറഞ്ഞത്, അതിന് 12 നോക്കണ്ട, കുർത്തുബി മാത്രം നോക്കിയാൽ മതി, അവിടെ കാണും ചെയ്യും. സഹോദരങ്ങളെ, ഇങ്ങനെ ഇല്ലാത്ത കളവ് എന്റെ പേരിൽ ആക്ഷേപിക്കുകയാണ്.